നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്ക് താൻ നൽകിയ പിന്തുണയിൽ മാറ്റമില്ല എന്ന് വിസ്മയ മോഹൻലാൽ. കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി വ്യക്തമായ ധാരണയോടെ തന്നെയാണ് ആ വിഷയത്തിൽ പ്രതികരിച്ചത്. തെറ്റിദ്ധരിച്ചവരെ തിരുത്താൻ ഇല്ല എന്നും വിസ്മയ. എനിക്ക് എന്നെ മാത്രമേ നിയന്ത്രിക്കാനാകൂ, എന്റെ വാക്കുകളെ മാത്രമേ നിയന്ത്രിക്കാനാകൂ, മറ്റാരെയും നിയന്ത്രിക്കാനാകില്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ പ്രതികരണങ്ങൾ അലോസരപ്പെടുത്താറില്ല. എനിക്ക് എന്റെ ഊർജം നഷ്ടപ്പെടുത്താൻ താല്പര്യമില്ല. തന്റെ ആദ്യ ചിത്രമായ തുടക്കത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് വിസ്മയുടെ പ്രതികരണം. അച്ഛനും അമ്മയും അതായത് മോഹൻലാലും സുചിത്രയും ഈ പരിപാടിയിൽ വിസ്മയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. രണ്ടുപേരും വിസ്മയുടെ അഭിപ്രായത്തെ പൂർണ്ണമായും പിന്തുണച്ചു. സ്വന്തമായി മുഖമില്ലാത്തവരാണ് സൈബർ ഇടത്ത് ആക്രമണം നടത്തുന്നതെന്ന് മോഹൻലാൽ പറഞ്ഞു. സോഷ്യൽ മീഡിയയെ പേടിച്ച് ജീവിക്കേണ്ട കാലമാണിത്. അത്തരം കാര്യങ്ങൾ ചെയ്യുന്നവരെ പക്ഷേ ഗൗനിക്കുന്നില്ല എന്നാണ് മോഹൻലാലിന്റെ വാക്കുകൾ. കൂടുതൽ ആക്രമണം നേരിട്ടത് ഞാനാണ്. വിസ്മയ ഒരു വ്യക്തിയാണ്. സംസാരിക്കാനും അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുമുള്ള എല്ലാ സ്വാതന്ത്ര്യവുമുണ്ട്. എന്ത് പറഞ്ഞാലും കുഴപ്പമായി മാറുന്ന കാലത്തിലൂടെയാണ് താനൊക്കെ കടന്നു പോകുന്നത് എന്നും പോപ്പുലാരിറ്റി കൂടുമ്പോഴാണ് കുഴപ്പമുണ്ടാകുന്നതെന്നും മോഹൻലാൽ പറഞ്ഞു. ആക്രമിക്കുന്നവർ സന്തോഷിക്കട്ടെ എന്നാണ് സുചിത്ര മോഹൻലാൽ പ്രതികരിച്ചത്. രാഷ്ട്രീയം അത് ഒരിക്കലും മാനവികതയ്ക്ക് മുകളിലാകരുത് എന്നും ജനാധിപത്യ രാജ്യത്ത് കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടാനും ചർച്ചകൾ നടത്താനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നും വ്യക്തമാക്കുകയാണ് വിസ്മയ. ശരിക്കും ഈ ഒരു പ്രതികരണത്തിന് സിനിമാ ലോകത്തു നിന്നും വലിയ പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഷെയർ ചെയ്ത കാര്യങ്ങളിൽ ഞാൻ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. ചോദ്യം ചെയ്യപ്പെടാൻ അനുവദിക്കണം എന്നുമാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ കേൾക്കുകയും വേണം. ഫോഴ്സ് ചെയ്യുന്നതിന് പകരം ചർച്ചകളാണ് നമ്മൾ നടത്തേണ്ടത്. രാഷ്ട്രീയം ഒരിക്കലും മാനവികതയ്ക്ക് മുകളിലാകരുത് എന്നാണ് ഞാൻ കരുതുന്നത്. ഇനി ഏത് പാർട്ടി അധികാരത്തിൽ വന്നാലും നാളെ ഇതേ കാര്യം വീണ്ടും സംഭവിച്ചാലും എനിക്ക് ഇതേ തോന്നൽ തന്നെയായിരിക്കും ഉണ്ടാവുക എന്നായിരുന്നു വിസ്മയുടെ നിലപാട്. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന തുടക്കം സംവിധാനം ചെയ്ത ജൂഡ് ആന്റണി ജോസഫാണ്. ആന്റണി പെരുമ്പാവൂരിന്റെ മകൻ ആശിഷ് ജോ ആന്റണിയും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. ഒപ്പം അതിഥി താരമായ മോഹൻലാലും. 2018 എന്ന വൻ വിജയം നേടിയ ചിത്രത്തിന് ശേഷം ജൂഡ് സംവിധാനം ചെയ്യുന്ന ചിത്രം എന്ന പ്രത്യേകതയും ഈ പ്രോജക്റ്റിൽ ഉണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മസ്.